ജന്മാദ്യസ്തേതോന്യാദിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തിയത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്തിസർഗോമുഷ ദാംനാർസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായമാണ് നമ്മൾ മുഴുമിപ്പിച്ചത്. ആ അധ്യായത്തിൻ്റെ പാരായണമാണ് ഇനി നമുക്ക് വേണ്ടത്. അത് തൃതീയോധ്യായ. ഉദ്ധവ ഉവാച തതസ്യ ആഗത്യപുരം സ്വപിത്രോചികീശ്രയാ ശംബലദേവസംയുത നിപാത്യതുംഗാൻ രിപുയൂതനാഥം ഹതം വ്യകർഷൽ വ്യസുമോജസോർവ്യാം. വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വ്യസുമോജസോർവ്യാം ഹതം വ്യകർഷ്ട വ്യസുമോജസോർവ്യാം. കിട്ടുന്നൊരു കോമ്പിനേഷൻ ഓഫ് അക്ഷരങ്ങളല്ലാതെ. വ്യസു മോജസോർവ്യാം സാന്ദീപനെ തകൃപ്രോക്തം ബ്രഹ്മാദിത്യസ വിസ്തരം തസ്മേ പ്രാതാത് പരം പുത്രം മൃതം പഞ്ചജനോദരാത് സമാഹുതാ ഭീഷ്മകന്യകായേശി യസ്സവർണേണ ബുഭൂഷേഷാം ഗാന്ധർവവൃത്യാമിഷതാം സ്വഭാഗം ചക്രേ പദം മൂർനിദദാത് സുവർണ കഗുത്മതോ അവിത്തനതോദമിത്വാ സ്വയംവരേനാഗ്നജിതീമുവാഹ ഭക്തമാനാം അഭികൃത്യതോ ജ്ഞാജിഗ്നേക്ഷതശാസ്ത്രപ്രദസ്വശത്രൈ പ്രിയം പ്രഭുർഗ്രാമൈവ പ്രിയായ വിധിസുരാർച്ചൽതരും യഥർത്ഥേ വജ്ജയാദ്രവത്വം സഗണോരുഷാന്തക്രീഡാമൃഗോ നൂനമയം വധൂനാം സുതം മൃതേ ഖം വപുഷാകൃസന്തം ദുട്ടാസുനാഭോന്മരിതം ധരിത്രിയ ആമന്ദിതത്തനയായ ശേഷം ദത്വാ തദന്തപുരമാവിവേശ തത്രാകൃതാത്ത നരദേവകന്യാ കുജേന ദൃഷ്ട്വാ കരിമാർത്തബന്ധും ഉത്തായ സദ്യോ ജഗൃപ്രകൃഷ്ടം വ്രീഡാനുരാഗപ്രകൃതാവലോകൈ ആസാം മുഹൂർത്തയകസ്മിന്നാനാകാരേഷു യോഷിതാം സപിതം ജഗൃഹേ പാണീൻ അനുരൂപസ്വമായ താസ്വപത്യാന്യജനയത് ആത്മതുല്യാനി സർവദാ. സൂക്ഷിക്കണം വായിക്കുമ്പോൾ. ഓരോ പത്നിമാരിലും 10 പുത്രന്മാരെ ജനിപ്പിച്ചു എന്നാണ്. സ്വപത്യാന്യജനയൽ. പത്യം, അപത്യം എന്ന് പറഞ്ഞാൽ സന്താനമാണ്. കുട്ടികൾ, സന്താനം, പുത്രന്മാർ ആണ്. പത്നിയല്ല. പത്യ, അപത്യം, അനപത്യം കുട്ടികളില്ലാത്ത ദുഃഖം. അപത്യം കുട്ടികളുള്ളവർ സംബന്ധിച്ച്. അപത്യം ഓപ്പോസിറ്റാണ് അനപത്യം. കുട്ടികളുള്ള അവസ്ഥ അപത്യം, ഇല്ലാത്തത് അനപത്യം. സ്വപത്യാൻ അജനയത്, ജനിപ്പിച്ചു. അജനയത് എന്നാണ് വാക്ക്. സ്വപത്യാനി അതുകൊണ്ട് കേട്ടോ. ആ പത്ന്യാനി പ്ലസ് അജനയത്. ജ്ഞാനി എന്നവിടെ വള്ളി ഇല്ല, പക്ഷേ വാക്ക് വരുമ്പോൾ അങ്ങനെ വരും. അവിടെ കാണാനില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ട്. സ്വപത്യാനി കൂട്ടിച്ചേരുമ്പോഴാണ് അനി പ്ലസ് അജനയത്, ന്യജനയത്ത് വരുന്നത്. ശരിക്കും ഈ അകാരം അവിടെ ഇല്ല. ഈകാരവും ആയാണ് ഉള്ളത്. കൂട്ടി വരുമ്പോൾ അവിടെ സ്വപത്യാന്യജനയത് ആത്മതുല്യാനി സർവദാ ഏകേകസ്യാം ദശദശ പ്രകൃതേർ വിവഭൂഷയ സ്വപത്യാനി അപത്യാനി അജനയത് എന്നാണ് പദം. കാലമാകരതാല്വാദീൻ അനീകേരുന്തത പുരമജീകന സ്വയം ദിവ്യം സ്വപുംസാം തേജാദിശ ശംബരന്തി വിദംബാണം മുരംബല്ലുലമേവ ച അന്യാഞ്ച ദന്തവക്രാദീനവധീൻ കാഞ്ചകാതേൽ ദന്തവക്രാദികളെ വധിച്ചു. അതതേ ഭ്രാതൃപുത്രാണാം പക്ഷയോ പതിതാൻ നൃപാൻ ചചാല ഭൂഗുരുക്ഷേത്രം ദേശാമാപടതാം ബലി തകർണ ദുശാസന സൗബലാനാം കുമന്ത്രപാകേന ഗതസ്യായുഷം സുയോധനം സാനുചരം ശയാനം ഭഗ്നോരുമുർവ്യാം നന്ദ പശ്യൻ. ദുര്യോധനനെ തുട പൊളിഞ്ഞ് കിടക്കുന്ന രംഗത്തെ വർണ്ണിച്ചിരിക്കുകയാണ്. കിയാൻ ഭൂവോയൻ ക്ഷവിതോ ഒരു ഭാരോ യദ്രോണ ഭീഷ്മാർജുന ഭീഷ്മമൂലേകി അട്ടാദ ചട്ടോഗിണികോ മദം ശേരാസ്തേ ബലം ദുർഭിഷകം യദൂനാം
ഇനി എന്താണ്? തൻ്റെ വംശത്തെ ഇല്ലാണ്ടാക്കണം. യദുവംശത്തെ ഇല്ലാണ്ടാക്കലാണ് അടുത്ത ചുമതല. മിതോ യഥേഷാംബവിതാഭിവാദോ മത്വാ മത താമ്രവിലോചനാനാം. മാദ്യം കഴിച്ച് തുടുത്ത കണ്ണുകളോടുകൂടി കലഹമായി അവിടെ വന്നു. കലി നേഷാം വധോപായാനതോന്യോ മത്യുത്തത് അന്തർധരതേ സ്വയത്മാ. പിന്നെ ഭഗവാൻ അന്തർധാനം ചെയ്തു. ഏവം സഞ്ചിന്യ ഭഗവാൻ സ്വരാചേതാപ്യ ധർമ്മജം. ധർമ്മോത്തരെ വാഴിച്ചു. നന്ദയാ മാസകൃത സാധൂനാം വർമ്മദശയൻ ഉത്തരായ അന്തത പൂർവവംശസ്വാത് അഭിമന്യുന സവേദ്രൗണ്യത്ര സംഛിന്ന പുനർഭഗവതാധൃത അയാച ധർമ്മസുതൻ ധർമ്മോത്തരെ 3 അശ്വമേധങ്ങളെ കൊണ്ട് യജിപ്പിച്ചു. അയാച ധർമ്മസുതം അശ്വമേധേർ എന്നാണ്. അപ്പോൾ അശ്വമേധം അവിടെ ഇല്ല. ധർമ്മസുതം പ്ലസ് അശ്വമേധേർ. ധർമ്മസുതം അശ്വമേധേർ ത്രിഭിർവിഭോ സ്വഭിക്ഷ്മാമനജയ ലക്ഷണ്യമേ കൃഷ്ണവനുവ്രത ഭഗവാനഭിവിശ്വാത്മാ ലോകവേദപദാനുഗ കാമാം ദിഷേ വേദാർവത്യാമസക്ത സാഖ്യമാസ്ഥിത നിഗ്ധത്മിതാവലോകേനാവാ പാചാപീയൂഷകൽപ്പയാ ചരിത്രേണാനഭത്യേന ശ്രീനികേതേന ജാത്മന ഇമൻ ലോകം അമും ചെയ്വ രമയൻ രുതരാം യദോൻ രമേക്ഷണതയാ തക്ഷണത്രീക്ഷണത ഊർദ സസ്യേവൻ രമമാണത്യസംവത്സര ഗണാൻ ബഹും ഗൃഹമേതേഷു യോഗേഷു വിരാഗ സമജായത. വിരാഗം വൈരാഗ്യം മതി വന്നു ജീവിച്ചിട്ട് എന്നാണ് വരണത്രേ. എന്നിട്ട് ഇവിടുന്ന് പോയാൽ അവർക്ക് പിന്നെ എന്തില്ല, ജന്മമില്ല. കൂടി ആവായിരുന്നു. ഒരു ഘട്ടം നമ്മൾ കഴിഞ്ഞാൽ 55-60 ആവുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് നല്ലപോലെ പിന്മാറണം എന്നാണ്. സാധിക്കുന്ന കാര്യമല്ല കേട്ടോ. ചിലക്ക് അധികം ഇലക്ഷന് നിന്നിട്ടും പ്രസിഡൻ്റ് ആവണം, പ്രധാനമന്ത്രി ആവണം, MLA ആവണം എന്ന് വിചാരിച്ചിട്ടും പഞ്ചായത്തിൽ കൂടെ ചെയ്യുക, അതല്ല വേണ്ടത് എന്നാണ്. പോകണം എന്ന ചിന്ത എപ്പോഴും വേണമെന്നാണ് പറയുക. 60 കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേണം. അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. കാര്യങ്ങളൊക്കെ ആരെയൊക്കെ ഏൽപ്പിച്ച് അവരെ എങ്ങനെ വെച്ചാൽ നടത്തിക്കോട്ടെ. ഇനി അഭിപ്രായം പറയാനും പോകണ്ട. ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. കഥ വായിച്ചാൽ പോരാ. നിയന്ത്രണം ഒന്നിലും നമ്മളൊന്നും കൊടുക്കണ്ട. അത് അതിൻ്റെ വഴിക്ക് എന്താച്ചൊക്കെ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് വിരാഗസമജായത. ഭഗവാൻ എപ്പോഴും എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നാണ് കാണിച്ചു തരുന്നത് എന്നാണ് ചിലരുടെ അഭിപ്രായം കൊണ്ട്. എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തരികയാണ്. അല്ലാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയാനല്ല കഥകൾ. ഗൃഹമേതേഷു യോഗേഷു വിരാഗ സമജായത. ഒന്നിലും അധികം ഇൻട്രസ്റ്റ് വേണ്ട. ദൈവാധീനേഷു കാമേഷു ദൈവാധീന സ്വയം പുമാൻ കോവിത്രം ഭേദയോഗേന യോഗേശ്വരമനുവൃത. യോഗേശ്വരമനുവൃത എന്ന് പറഞ്ഞാൽ ഭക്തന്മാർ എന്ന് ചുരുക്കം. സാധകന്മാരും ആത്മീയ ദൃഷ്ടിയുള്ള ഏതൊരാളാണ് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ലോകകാര്യങ്ങളിൽ താല്പര്യമുണ്ട്. ഒന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല നടക്കുക. ഒരുറപ്പുമില്ല. അപ്പോൾ അതിലെന്തിനാണ് താല്പര്യം വെക്കണത്? പുരിയാങ്കതാജക്കീട യതുഭോജകുമാരകേ കോപിതാവനയശ്രീ ഭഗവൻ മത കോപിത. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ മഹർഷിമാരെ കളിയാക്കിയതിനെ പറയണം. തതക്കതിപയർമാസേ വൃഷ്ണിഭോജ അന്ധകാതയോ പ്രഭാസ തീർത്ഥത്തിലേക്ക് പോയി. പ്രഭാസം സംവൃട്ട രഥേർദേവ വിമോഹിത തത്രത്മാതാപിതരൻ ദേവാൻ ഋഷീൻ ചൈവ തദംബത തർപ്പയിത്വാത വിപ്രേഭ്യോ ഗാവോ ബഹുഗുണാദതു. പശുക്കൾ ധാരാളം നല്ല ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. നല്ല ഗുണങ്ങളുള്ള പശുക്കളെ നല്ല ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. പോരാതെ സ്വർണം, വെള്ളി മുതലായതും. ഹിരണ്യൻ രജതം ശയ്യാം, നല്ല പുതിയ കിടക്ക ഉപയോഗിച്ചതല്ല, അതും ദാനം ചെയ്യാം. ദാനം എന്തും ചെയ്യാമെന്നാണ്. ഹിരണ്യൻ രജതം ശയ്യാം വാസാംസ ജനകമ്പളാൻ യാനൻ്റെ ദാനിഭാൻ കന്യ. യാനം സഞ്ചരിക്കാനുള്ള സാധനങ്ങൾ, രഥവും മഞ്ചലോ അങ്ങനെയൊക്കെ ആവാം. യാനൻ രഥാൻ ഇഭാൻ ആന കന്യാന്തരാം വൃത്തികരീം അഭി. ധാരാളം ഭൂമിയും ദാനം ചെയ്തു. അന്നഞ്ചോരസം തേഭ്യോ ദത്വാ ഭഗവതർപ്പണം കോവിപ്രാർത്ഥാസവശൂരാവണേ മൃഭുഭിമൂർദ്ധഭി. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമകൻ സംവിധായാം തൃതീയർക്കൻ ദേവജരോത്തമസമ്പാദേ തൃതീയോധ്യായ. ആ യദുവംശത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ വർണ്ണിച്ചത്. ഇനി അടുത്ത അധ്യായത്തിൽ അത് തുടരുകയാണ്. യദുവംശനാശം, യദുവംശത്തിൻ്റെ അവസാനം അത് തന്നെയാണ് തുടർന്ന് പറയാൻ പോകുന്നത്. 4-ാമത്തെ അധ്യായം.
അതതേ തദനുജ്ഞാതാ ഭുക്ത്വാ പീത്വാ ച വാരുണീം തയാ വിപ്രംസിതജ്ഞാനാ ദുരുക്തേർമർമ്മ പശു. അവരാൽ അനുജ്ഞ നൽകപ്പെട്ട തേ അവർ ഭുക്ത്വാ മഹർഷിമാർ ശപിച്ചപ്പോൾ ഇവരെന്ത് ചെയ്തു? ഭക്ഷണവും കഴിച്ച് ഭുക്ത്വ ഭക്ഷണം കഴിച്ചിട്ട് അഥ അനന്തരം വാരുണി മദ്യത്തെ പീത്വ പാനം ചെയ്തു. വാരുണി മദ്യം. തയാ അതിനാൽ വിഭ്രംശിത ജ്ഞാനം, അതകത്തേക്ക് എന്താ ഉണ്ടാവുക? ഉള്ള ബോധമൊക്കെ പോവും അല്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും എല്ലാവിധ അവയവങ്ങളെയും ബാധിക്കുമെന്ന് പറഞ്ഞിട്ടും ആൾക്കാർ പിന്മാറുന്നുണ്ടോ? ഒരു ഒഴിവൊക്കെ ഉണ്ടെച്ചാൽ അതിൻ്റെ തലേ ദിവസം അതിൻ്റെ മുമ്പിലത്തെ ക്യൂ നമ്മളൊന്ന് നോക്കണം. എന്ത് ക്ഷമയാണ് ആൾക്കാർക്ക്! വേറെ എവിടെ നിൽക്കാനും ഇത്ര ക്ഷമയുണ്ടാവില്ല അല്ലേ? മദ്യത്തിൻ്റെ ഷോപ്പിലേ, വിദേശ മദ്യ ഷോപ്പിൻ്റെ ക്യൂ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും മലയാളിയുടെ പ്രബുദ്ധത എത്രത്തോളം ഉണ്ടെന്ന്. ഈ കാശും കൊടുത്തത് വാങ്ങിയിട്ട് കഴിക്കുക, ദേഹം കേടുവരുത്തുക, ബുദ്ധിയെ നശിപ്പിക്കുക, വിഭ്രംശിതജ്ഞാന, ജ്ഞാനം പിന്നെ ബോധമില്ലല്ലോ, നിശേഷേണ നശിപ്പിക്കപ്പെട്ട വിവേകത്തോടു കൂടിയവരായിട്ട് ദുരുക്തേർ വേണ്ടാത്തത് പറയുക. മനസ്സിൻ്റെ ആ ഒരു ഭാവം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്നത് പറയുകയെന്നില്ല, ഇന്ന ആളോട് ഇന്ന വിധത്തിൽ പറയുക അതുമില്ല. മർമ്മ സ്പർശിച്ചു ഗംഭീരമായിട്ടുള്ള കുത്തുവാക്കുകളും കേൾക്കാൻ പറ്റാത്ത വാക്കുകൾ അവരൊക്കെ പറഞ്ഞു. ഗംഭീരമായ പ്രശ്നങ്ങളുണ്ടായി. മദ്യം കഴിച്ച അടി കൂടിയെന്ന് ചുരുക്കം. തേഷാമൈരേയ ദോഷേണ വിഷമീകൃത ചേതസാം നിമ്ലോചതി രവാവാസീർ വേണൂനാമിവ മർദ്ദനം. മൈരേയ ദോഷം എന്ന് പറഞ്ഞാൽ മദ്യം, മൈരേയം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മദ്യമാണ്. അതിൻ്റെ ദോഷത്താൽ വിഷമീകൃത ചേതസ, വിഷമിക്കപ്പെട്ട മനസ്സ്, സാധാരണാവസ്ഥ മനസ്സിൻ്റെ നിയന്ത്രണമോ സമനിലയൊക്കെയുണ്ട് പോവുക എന്ന് പറയുമല്ലോ, അതായി തീർന്നു. വിഷമീകൃത ചേതസാം. പിന്നെയോ തേഷാം രവൗ നിമ്ലോചതി, അവർക്ക് തമ്മിൽ സൂര്യൻ അസ്തമിച്ച സമയത്തിങ്കൽ, രാത്രി നൃത്തം, രവൗ സൂര്യൻ, നിമ്ലോചതി അസ്തമിച്ച സമയത്തിങ്കൽ, നിമ്ലോചതി അസ്തമനം, സന്ധ്യയ്ക്ക് ശേഷം. എങ്ങനെയുണ്ടായത്? മുളകൾ കൂട്ടി ഉരച്ച് അഗ്നി ഉണ്ടാവണ പോലെ, മുളക്കൂട്ടങ്ങനെ തമ്മിൽ ഉരഞ്ഞ് അതിൽ തീയുണ്ടായിട്ട് അത്രേ കാട്ടുതീ അധിക പക്ഷം ഉണ്ടാവുക. ഇപ്പം ആൾക്കാർ കണ്ണി കണ്ടത് ഇട്ടിട്ടും ഉണ്ടാവില്ലേ, ബീഡി കുറ്റിയിട്ടിട്ടും സിഗരറ്റ് കുറ്റിയിട്ടിട്ടും ഉണ്ടാവും കേട്ടോ. പണ്ട് അതൊന്നും ഇല്ലേ, പണ്ട് സിഗരറ്റും ബീഡിയൊന്നും ഇല്ല, പിന്നെ വന്നതാണ് അതൊക്കെ, പഴയ കാലത്ത് അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കാട്ടുതീ മിക്കവാറും ഉണ്ടാവുക മുളകൾ കൂട്ടി ഉരച്ച് കാറ്റത്ത് ഇങ്ങനെ കറയെന്ന് ചിലപ്പോൾ ഉരയ്ക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കാം, അതിൽ നിന്ന് തീയുണ്ടായിട്ടാണ്. അതാണ് വേണു എന്ന് പറഞ്ഞാൽ ഓടകൾ എന്നാണ് ശരിക്കും അർത്ഥം. അതുകൊണ്ട് വേണു ഓടക്കുഴലിന് പേര് വന്നത്. അതായത് മർദ്ദനം ആസീത്, മുളകൾ കൂട്ടി ഉരച്ച് അഗ്നി ഉണ്ടാകുന്നത് പോലെ യാദവന്മാർ തമ്മിൽ കലഹം ഉണ്ടായി. ഭഗവാൻ സ്വാത്മമായ ഗതിന്താം അവലോക്യസ സരസ്വതീം ഉപസ്പൃശ്യ വൃക്ഷമൂലമുപാവിശ്. ഭഗവാൻ തീരുമാനിച്ചു തനിക്കും ഇവിടെ നിന്ന് പോകണം. ഈ കലിയുഗത്തിൽ ഇനി ഇവിടെ ഇങ്ങനെ കൂടിയിട്ടൊരു കാര്യമൊന്നുമില്ല. ഭഗവാൻ സ്വാത്മമായ തൻ്റെ മായ കൊണ്ട് ഗതിം അവലോക്യ, സംഗതികൾ വിലയിരുത്തിയിട്ട് സരസ്വതിയും ഉപസ്പൃശ്യ, സരസ്വതി നദി ആണ്, സരസ്വതി നദിയിൽ കുളിച്ച് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു. ആൽവൃക്ഷം എന്നൊക്കെ പറയാം. ആലൊക്കെ ഇപ്പോഴും ഗുജറാത്തിലുണ്ടത്രേ. ഭഗവാൻ സമാധിയായിട്ടുള്ള ആലൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ പറയണു. ആലെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ, വൃക്ഷം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മിക്കവാറും അത് ആല് പോലെ നല്ല ഒരു വൃക്ഷം ആവാം. ചെറിയ വൃക്ഷങ്ങളാവാൻ വഴിയില്ലല്ലോ, അങ്ങനത്തെ വൃക്ഷങ്ങളാണ് ഇതിനൊക്കെ തിരഞ്ഞെടുക്കുക. വിശിഷ്ടമായിട്ടുള്ള എന്തോ വലിയൊരു വൃക്ഷമാണ്. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അതിൻ്റെ താഴെ ആൽത്തറയിൽ ഇരുന്നു. ഭഗവാൻ സ്വാത്മമായ ഗതിം താമവലോക്യ സരസ്വതി നദിയിൽ കുളിച്ച് സരസ്വതിയും ഉപസ്പൃശ്യ വൃക്ഷമൂലം ഉപാവിശത്ത്, വൃക്ഷമൂലത്തിൽ ഇരുന്നു. ഇപ്പം സരസ്വതി നദി ഇല്ല കേട്ടോ. ഗംഗ, യമുന, സരസ്വതി, ഇത് മൂന്നെണ്ണമാണ് ത്രിവേണി സംഗമം. ഇത് സരസ്വതി നദി കാലം കൊണ്ട്
ഭൂമിക്ക് അടിയിലേക്ക് പോയി എന്നാണ്. പക്ഷെ എപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അവശിഷ്ടങ്ങൾ ഇത്ര നഗരങ്ങൾ അതിൻ്റെ തീരത്തുണ്ടായിരുന്നു, ഇത്ര കിലോമീറ്റർ നീളമുണ്ടായിരുന്നു, ഇത്ര കിലോമീറ്റർ വീതി ഉണ്ടായിരുന്നു അടക്കം ഗവേഷകർ കൃത്യമായിട്ട് കണ്ടെത്തിയുണ്ട്. ഇല്ലാത്ത കഥയല്ല സരസ്വതി നദി. ഇപ്പോൾ കാണാൻ പറ്റില്ല, ഭൂമിയുടെ അടിയിലായതുകൊണ്ട്. പണ്ടൊരു നല്ലൊരു നദിയായിരുന്നു അത്. ദേവീഭാഗത്തിൽ അതിനെ ശപിച്ചിട്ടുണ്ടായ കഥകളൊക്കെ പറയും. സരസ്വതി നദി, ഗംഗാ നദി, അതുപോലെ തന്നെ പത്മാവതി നദി, ഇതൊക്കെ ശാപം കൊണ്ട് ലക്ഷ്മി സരസ്വതിയൊക്കെ ആയി തീർന്നതാണെന്നൊക്കെയുള്ള കഥ പറയും. അഹം ചോക്തോ ഭഗവതാ പ്രപന്നാർത്തിഹരേണ ഹി പദരീം തം പ്രയാഹീതി സ്വകലം സഞ്ജിഹീഷുണ. തൻ്റെ വംശത്തെ സ്വകുലം, സകലല്ല കേട്ടോ, സ്വകുലം തൻ്റെ കുലത്തെ സഞ്ജിഹീഷുണ സംഹരിപ്പാൻ ആഗ്രഹിച്ചവനും. ഇനി ഈ കുലം ഇവിടെ നിർത്തിയിട്ട് ആവശ്യമില്ല, കാര്യമില്ല, തമ്മിൽ തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞു. തമ്മിൽ തല്ലാൻ എവിടെ ഉണ്ടോ അവിടെ നാശം ഉറപ്പാണ്. അപ്പോൾ ഇനി എന്താ വേണ്ടതൊക്കെ നശിപ്പിക്കുക, ഇല്ലാണ്ടേക്കുക. പ്രപന്നാർത്തി ഹരേണ, ശരണാഗതന്മാരുടെ ദുഃഖം തീർക്കുന്നവനായിട്ടുള്ള ഭഗവാനാൽ ത്വം നീ ബദരിയാശ്രമത്തെ പ്രയാഹി. ഉദ്ധവ, നീ ബദരിയാശ്രമത്തിലേക്ക് പോകണം എന്ന് എന്നോട് പറഞ്ഞു. എന്നോട് ബദരിയാശ്രമത്തിലേക്ക് പോകാൻ പറഞ്ഞു. ഭഗവാൻ ഇവിടുന്ന് പോവുകയാണെന്നും പറഞ്ഞു. ബദരീൻ ത്വം പ്രയാഹി, അങ്ങ് നീ ബദരിയിലേക്ക് പോകണം. സ്വകുലം സഞ്ജഹീഷുണ, എൻ്റെ കുലം ഞാൻ ഇല്ലാണ്ടാക്കാൻ പോവുകയാണ്. അഥാപി തദപി പ്രേതം ജാനന്നഗമരിം ദമാ പൃഷ്ടതോന്നഗമം ഭർത്തു പാദവിശ്ലേഷണാക്ഷമ. പിന്നെ ഉദ്ധവൻ്റെ ഭാവങ്ങൾ വളരെ വിഷമമുള്ള ഒരു സംഗതിയാണ്. അരിന്തമ രാജാവിനോട്, വിതുരനോട് പറയുകയാണ്. തദഭിപ്രേതം, ഭഗവാന്റെ അഭിപ്രായത്തെ ജാനൻ, അറിഞ്ഞിട്ട് ഞാൻ, ഉദ്ധവൻ പറയുകയാണ്, ഭർത്തു സ്വാമിയുടെ പാദവിശ്ലേഷണ അക്ഷമ, ഭഗവത് സാന്നിധ്യം വിടാൻ ഒരിക്കലും കഴിയാതെ കണ്ട്. ഏകാദശത്തിലൊക്കെ വിസ്തരിച്ച് പറയേണ്ടത് ഭഗവാന്റെ കൂടെ നടക്കുക, ഭഗവാന്റെ കൂടെ ഭക്ഷണം കഴിക്കുക, ഭഗവാനോട് സംസാരിക്കുക, എല്ലാം ഭഗവാനോട് ഒത്തു ചെയ്തിട്ട് ഭഗവാനെ അങ്ങൊരു നിമിഷം എന്നെ അങ്ങോട്ട് വിട്ടു പോവുക, ഒറ്റ നിമിഷം എന്ന് പറഞ്ഞാൽ ഞാനത് എങ്ങനെ സഹിക്കും? എനിക്ക് അങ്ങല്ലാണ്ട് വേറെ ആരാ ഈ ലോകത്തിലുള്ളത്? പാദവിശ്ലേഷണ അക്ഷമ, ഭഗവത് പാദത്തെ വിടാൻ കഴിയാതെ കണ്ട്. അവിടെ അക്ഷമ എന്ന് പറഞ്ഞാൽ സാധിക്കാതെ കണ്ട് എന്നാണ്. ഭഗവത് വിരഹം ഒരിക്കലും താങ്ങാൻ ആവാതെ കണ്ട്. അദ്രാക്ഷമേകമാസീനം വിജിന്നന്തേ ദമ്പതി ശ്രീനികേതം സരസ്വത്യം കൃതകേതമകേതനം. ദൈദംപതിം, പ്രേമാസ്പദനും തൻ്റെ പതിയുമായ ശ്രീനികേതം ഭഗവാനെ സരസ്വതി നദീതീരത്തിൽ കൃതകേതം വസിക്കുന്നവനും അകേതനം പ്രത്യേക വാസസ്ഥാനമില്ലാത്തവനും ഏകം തനിയെ ആസീനം ഇരിക്കുന്നവനുമായ ഭഗവാന് പ്രത്യേക വാസസ്ഥാനം ഇല്ല. അപ്പോൾ ക്ഷേത്രത്തിൽ ഭഗവാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കണ വാക്കാണത്. ക്ഷേത്രം യഥാർത്ഥത്തിലുള്ള ഭഗവാന്റെ വാസസ്ഥാനമല്ല. അത് പ്രത്യേകം നമ്മൾ പഠിപ്പിക്കാൻ വേണം കുട്ടികളെ എന്നാണ് അറിവുള്ളവർ. ഇപ്പോൾ ചൈതന്യാജിയൊക്കെ പറഞ്ഞു, അതാണ് ഈശ്വരൻ എന്ന് കുട്ടികളെ പഠിപ്പിക്കരുത്. ഏത് വിഗ്രഹമാണ് ഈശ്വരൻ? വിഗ്രഹം ഈശ്വരനിലേക്ക് എത്തുന്നതിനുള്ള ഒരു മാർഗം മാത്രമാണ്. അതിനിടയിലുള്ളതായിട്ടുള്ളൊരു പ്രതീകം മാത്രമാണ്. മാർഗത്തെ പലപ്പോഴും ലക്ഷ്യമാക്കി വിചാരിക്കരുത്. അവിടെ വിഗ്രഹത്തിൽ ഭഗവാൻ യഥാർത്ഥത്തിൽ ഇല്ല എന്ന് തന്നെയാണ് ഭാഗവതവും ശാസ്ത്രങ്ങളും പറയണത്. പിന്നെ എന്താണ് ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം? ആ ഈശ്വരനെ കണ്ടെത്താൻ നമുക്ക് പല രീതിയിലും അവിടെ നിന്ന് കഴിയുന്നു. ഏത് ഈശ്വരനെ? ഒരു നികേതനം ഇല്ലാത്ത ഈശ്വരനെ.
അപ്പം നമുക്കിപ്പോൾ ഇത് പറയാൻ സാധിക്കണു. എന്ത്? വിഗ്രഹത്തിൽ ഈശ്വരനില്ല, അമ്പലത്തിൽ ഈശ്വരനില്ല എന്ന് നമ്മൾ പറയണു. ഭാഗവതം വെച്ചിട്ടാണോ പറയണത്? ഇതെങ്ങനെ പറയാൻ കഴിഞ്ഞു? അതൊന്ന് നോക്കുക, ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കുക. അമ്പലത്തിലേക്ക് പോയിട്ടല്ലേ ഇത് പറയാറായി? അമ്പലത്തിൽ അല്ല ഭഗവാൻ ഉള്ളത്, ക്ഷേത്രത്തിലല്ല ഭഗവാൻ ഉള്ളത് എന്ന് പറയാൻ ക്ഷേത്രത്തിൽ പോകേണ്ടി വന്നു. അതിനെങ്കിലും പോകേണ്ടി വന്നില്ലേ? അതിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. ക്ഷേത്രത്തിൽ പോകുന്നത് യഥാർത്ഥ ഈശ്വരനെ അറിയാനാണ്. അവിടെ അല്ല, ആ വിഗ്രഹത്തിലല്ല എന്ന് അറിയാനാണ് പോണത്. അതറിഞ്ഞില്ലെങ്കിൽ അവിടെ പോയിട്ടൊരു കാര്യമില്ല. അതറിഞ്ഞാൽ അവിടെ പോകേണ്ട ആവശ്യവും ഇല്ല. അത് നമ്മുടെ അകേതനം, വാസസ്ഥാനമില്ലാത്ത ഭഗവാൻ. എവിടെ ഭഗവാൻ വസിക്കണം? ശങ്കരാചാര്യക്കിനെ തോന്നി, ഞാൻ വലിയ തെറ്റ് ചെയ്തു ഭഗവാനെ. ഒരു സ്ഥാനമില്ലാത്ത അങ്ങേക്ക് നിരവധി ക്ഷേത്രങ്ങൾ പണിതു. അതുപോലെ വാക്കുകൊണ്ട് സ്തുതിക്കാൻ പറ്റാത്ത അങ്ങയെ കുറേ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു. ഈ പാപം ക്ഷമിക്കണേ. ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് അങ്ങയെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഏകം ആസീനം, ഇരിക്കുന്നവനുമായ അവനെ വിജിന്നൻ ഞാൻ കണ്ടു. അദ്രാക്ഷം കണ്ടു. രുദ്രാക്ഷമല്ല കേട്ടോ, അദ്രാക്ഷം. അദ്രാക്ഷം അവിടെ ക്രിയയാണ്. കണ്ടു. പ്രത്യേക വാസസ്ഥാനം ഇല്ലാത്തതായിട്ടുള്ള ഭഗവാനെ അല്ലയോ വിതുര ഞാൻ കണ്ടു. ഉദ്ധവൻ പറയാണ്. എങ്ങനെയാ കണ്ടത് എന്നാണെങ്കിൽ, ശമാവതാദം വിരജം പ്രശാന്താരുണലോചനം ദോർഭിച്ച ദുർബിതം പീതകവശാംബരേണ ച. വിസ്തരിക്കേണ്ട കാര്യമില്ല. നീലമേഘശ്യാമള നിറത്തോടു കൂടി, പ്രശാന്തമായിട്ടുള്ള കണ്ണുകളോട് കൂടി, 4 കൈകൾ, പീതകൗശാംബരേണ മഞ്ഞപ്പട്ടുടുത്ത്, ശംഖചക്രഗദാ പത്മാദികൾ ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി കണ്ടു. നീ എങ്ങനെയാണ് കണ്ടത്? വീണ്ടും വിവരിക്കണം. വാമഊരാവധിശ്രിത്യ ദക്ഷിണാംഗ്രിസരോരുകം അഭാഷിതാത്മകാശ്വത്ഥം അകൃശം തെക്തപിപ്പലം. ദക്ഷിണാംഗ്രിസരോരുഹം, വലത്തെ കാലിൻ്റെ പടം ഇടത്തെ തുടയിൽ വയ്ക്കുക. വാമേ ഊരവും, വാമം ഇടത്ത് ഭാഗത്തിൻ്റെ തുടയിൽ വെച്ചിട്ടും തിരിച്ചും, കൃശനല്ലാത്തവനും, തെക്തപിപ്പലം കർമ്മത്തെ വെടിഞ്ഞവനും, അപാശ്രിതാർഭകാശ്വത്ഥം പിൻഭാഗം കൊണ്ട് ആശ്രയിച്ചിരിക്കുന്ന ആൽവൃക്ഷം. പിൻപുറത്ത് ആൽവൃക്ഷമുണ്ട്. അപ്പോൾ ആലിന്ന് ഇവിടെ പറഞ്ഞിരിക്കണു. നേരത്തെ പറഞ്ഞില്ല, വെറും വൃക്ഷം എന്ന് പറഞ്ഞു. ഇവിടെ അശ്വത്ഥം എന്ന് പറഞ്ഞു. അശ്വത്ഥമൊക്കെ ഒരു വലിയ പുണ്യമുള്ള വൃക്ഷമാണെന്നാണ്. നമ്മളൊരു ആൽമരം, ഒരു തയ്യെ നിവൃത്തിയില്ലിടത്തോളം സംരക്ഷിക്കണം എന്ന് പറയും. കാരണം മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ. ഒരു സ്ഥലത്ത് ഒരാല് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ആ സ്ഥലത്തെ പുണ്യമാണെന്നാണ്. അവിടെ ഒരുപാട് ഐശ്വര്യം ഭാവിയിൽ വരുത്തേ അതിനെ സംരക്ഷിച്ചാൽ. തോട്ടെ, അതിവിടെ പ്രധാന വിഷയമല്ല. ആല് എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞ ആ ആലിൻ്റെ മുൻഭാഗത്തായിട്ട് ഭഗവാൻ ഇരുന്നു. ഇടത്തെ കാലിൻ്റെ തുടയിൽ വലത്തെ പാദവും, വലത്തെ കാലിൻ്റെ പാദത്തിൽ ഇടത്തെ തുടയിൽ വെച്ചിട്ടുള്ള പത്മാസനത്തിൽ ഭഗവാൻ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. തസ്മിൻ മഹാഭാഗവതോ ദൈവായന തുകൃത്സക ലോകാൻ അനുചരൻ സിദ്ധ ആസസാദൃച്ഛയ. ലോകങ്ങളെ അനുചരൻ, ക്രമത്തിൽ സഞ്ചരിക്കുന്നവനും, ദൈവായന സുഹൃത്സക വ്യാസസുഹൃത്ത് ആയ മഹാനായ ഭഗവത് ഭക്തൻ ആ സ്ഥാനത്തിൽ എതിർച്ചയായിട്ട് ആസസാദ വന്നു ചേർന്നു. എതിർച്ചയാ മൈത്രേയ മഹർഷി അവിടെ വന്നു എന്നർത്ഥം. വ്യാസ അനുചരൻ, വ്യാസ ശിഷ്യൻ എന്നൊക്കെ പറയുന്ന മൈത്രേയനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൈത്രേയ മഹർഷി അവിടെ വന്നു ചേർന്നു. തസ്മിൻ മഹാഭാഗവതോ ദൈവായന സുഹൃത്സക. ചില ആൾക്കാർ ചില സ്ഥലത്ത് തന്നെ വേണ്ടതുപോലെ അങ്ങോട്ട് വന്നു ചേരുന്നതാണ്. അവിടെ ആ വരവ് വളരെ ഉചിതമാവും. പ്ലാൻ ചെയ്തിട്ടാവണമെന്നില്ല, പ്ലാൻ ചെയ്താൽ സംഭവിച്ചോളണമെന്നില്ല. പ്ലാൻ ചെയ്യാണ്ട്
വന്നതെന്തായാലും നല്ല സമയത്തായിട്ടോ എന്ന് പറയുന്നത് നമ്മൾ അല്ലേ. നമ്മളാരും പ്ലാൻ ചെയ്തിട്ടല്ല. അപ്പം ഇവിടെ അതേപോലെ മൈത്രേയ മഹർഷി ഭഗവാൻ ഈ ലോകത്ത് നിന്ന് പോവാൻ പുറപ്പെട്ട ഒരു സമയം മുഹൂർത്തമാണ്. അപ്പട്ടെ അങ്ങോട്ട് എത്തിച്ചേർന്നു. ഈ മൈത്രേയ മഹർഷിയെ വർണ്ണിക്കണം. തസ്യാനുരക്തസ്യ മുനേർമുകുന്ദ പ്രമോദഭാരാനതകന്ധരസ്യ ആശൃണ്ണതോ മാം അനുരാഗഹാസസമീക്ഷയാ വിശ്വമയന്നുവാച. പ്രമോദഭാരാനതകന്ധരസ്യ ആധിക്യത്താൽ താഴ്ത്തിയ ശിരസ്സോടുകൂടിയ മുനി. അറിവും മഹത്വവും എപ്പോഴും വിനയത്തിലാണ് നിൽക്കണമെന്നാണ്. വിനയം, മഹാന്മാർ ഒക്കെ ഈ വിനയം അവരുടെ അലങ്കാരമാണ്. തല താഴ്ത്തിക്കൊണ്ട് മുനി ആശൃണ്ണത കേട്ടിരിക്കവേ, മഹർഷി കേട്ടിരിക്കവേ അനുരാഗഹാസ സമീക്ഷയാ സ്നേഹത്തോടു കൂടിയുള്ള പുഞ്ചിരിയാൽ എന്നെ വിശ്രമിപ്പിക്കുന്നവനായിട്ട് പറഞ്ഞു. മൈത്രേയ മഹർഷിയോട് ഭഗവാൻ ചിലത് പറഞ്ഞു. ആരോട് പറഞ്ഞു? ഭഗവാൻ മൈത്രേയ മഹർഷിയോട് പറഞ്ഞു. അപ്പോൾ അവിടെ ആരുണ്ട്? ഞാനുണ്ട്. ഉദ്ധവൻ പറയണം. അപ്പോൾ 3 ആളാണ് അവിടെ ഉള്ളത്. ഒന്ന് ഭഗവാൻ പറയണ വക്താവ്, 2 ആൾക്കാർ കേൾക്കുന്നുണ്ട്. ഒന്ന് മൈത്രേയ മഹർഷി, ഇന്നൊന്ന് ഉദ്ധവനും. ഈ ആത്മീയ കാര്യങ്ങൾ പറയാൻ ഒരുപാട് ആൾക്കാരൊന്നും വേണമെന്നില്ല എന്നാണ്. കാരണം ഈ ഉപനിഷത്തിൽ എപ്പോഴും ദ്വിവചന അത്രേ ഉപയോഗിക്കുക. ദ്വിവചനം എന്ന് പറഞ്ഞാൽ പറയണ വക്താവും കേൾക്കണ ആളും മാത്രം മതി എന്നാണ്. എന്നാൽ കേൾക്കണ ആൾക്കാർ കുറേ ഉണ്ടാവും, പക്ഷേ ഈ ഓരോരോ ശ്രോതാവും മറ്റൊരാളെ നോക്കണ്ട എന്നാണ്. അവിടെ എത്ര ആൾ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സപ്താഹത്തിന് പ്രശ്നം ഉണ്ടാകുന്നത് അത് ചുറ്റും നോക്കുക, ആളുണ്ടോ. എന്തിനാണ് ഈ വരണ ആൾ തൻ്റെ ചുറ്റുമുള്ള ആളെ നോക്കണം? വക്താവും തന്നെ കസേലയിൽ ധാരാളം ആളുണ്ടായ ആ സപ്താഹം കേമായി. ഇത് തെറ്റാണെന്നാണ് പറയണത്. പറയണ വക്താവ് ഒരൊറ്റ ആളെ നോക്കിയിട്ട് പറയണം. എന്നുവെച്ചാൽ ഒരാളെ ഉള്ളൂ എന്നല്ല, എല്ലാവരെയും നോക്കിയിട്ട് പറയണം. പക്ഷേ ഒരാളെ ഉള്ളൂ എന്ന് വിചാരിച്ചാലും തെറ്റില്ല എന്നർത്ഥം. കേൾക്കണ ആൾ വക്താവിനെ ചിന്തിക്കുക, വക്താവ് ശ്രോതാവിനെയും ചിന്തിക്കുക എന്നല്ലാണ്ട് അവിടെ കുറേ ആൾക്കാരൊന്നും വേണം എന്നില്ല. ഇനി ഒരു സദസ്സ് എന്ന് പറഞ്ഞാൽ 4 ആൾ കൂടിയതാണ് നിർവചനം. 40, 400, 4000 ആളൊന്നും വേണ്ട. സദസ്സിൻ്റെ നിർവചനം 4 ആൾ കൂടിയാൽ ഒരു സദസ്സ് എന്നാണ്. അപ്പോൾ എല്ലാം കൊണ്ടും വലിയ സദസ്സ് ആത്മീയത്തിൽ പ്രത്യേകിച്ച് കലിയുഗത്തിലുണ്ടാവില്ല. അത് നമ്മളെ തളർത്താനോ നിരാശപ്പെടുത്താനോ പാടില്ല. ശ്രീ ഭഗവാനുവാച വേദാഹമന്തർമനസി സ്ഥിതം ദേ ദദാമി എത്തദ്ദുരവാപമന്യേ സത്രേ പുരാ വിശ്വസജാംബസൂനാം മത്സിദ്ധികാമേന വസോ ത്വേഷു. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആൾക്കാർ വളരെ തെറ്റായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ കഴിവുകേടാണ് ആൾക്കാരെ വരാത്തത്. ഇവിടെ പറഞ്ഞാൽ ഭഗവാൻ കഴിവില്ലാത്തവനാവണ്ടേ? ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ മുമ്പിൽ 2 ആളേ ഉള്ളൂ. ആത്മീയ തത്വമാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഭാഗവതമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കണത്. ഭാഗവതത്തിൻ്റെ ഒരു സംഗ്രഹമാണ് മൈത്രേയന് പറഞ്ഞു കൊടുക്കുന്നത്. 2 ആളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് കേൾക്കാനുള്ള യോഗൻ 2 ആളൊക്കെ ഉള്ളൂ എന്നാണ് അർത്ഥം. ഭഗവാന് കഴിവില്ലാഞ്ഞിട്ടാന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഒരു വക്താവിൻ്റെ കഴിവല്ല ആളെ കൂട്ടൽ, ആളെ ഉണ്ടാക്കലും വക്താവിൻ്റെ ചുമതലയല്ല. ആളുകളെ ആകർഷിച്ചിരുത്താൻ ചാക്യാരൂത്തോ മിമിക്രിയോ വേറെ പ്രകടനങ്ങളോ അല്ല. അത് അയാളുടെ പരിധിയിൽ വരുന്നതല്ല. ആ ഉള്ള ആൾക്ക് സംഗതി ഉള്ള പോലെ പറഞ്ഞു കൊടുക്കുക, അത്രേ വേണ്ടൂ. അത് ആസ്വദിച്ച് മനസ്സിലാക്കുന്നവർ അത് മനസ്സിലാക്കും. പറയേണ്ട പോലെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അവിടെ യോഗമുള്ളവർ അവിടെ വരും, അത്രയേ ഉള്ളൂ. വേദാഹമന്തർ മനസ്സി സ്ഥിതം ദേദാമയത്തൽ ദുരവാപമന്യേ. ഉദ്ധവനോട് ഭഗവാൻ പറയുകയാണ്, ഉദ്ധവ, അങ്ങയുടെ മനസ്സ് ഞാൻ അറിയുന്നു. അന്തർ മനസ്സി സ്ഥിതം, ഉള്ളിൽ ചിന്തിക്കുന്നത് ഞാൻ അറിഞ്ഞു. എന്താ അറിഞ്ഞത്? ഉദ്ധവനെ കൂടെ കൊണ്ടുപോകണം എന്ന് പറയുകയാണ് ഇപ്പോൾ ചെയ്യണത്. ഉദ്ധവൻ അങ്ങ് പോയാൽ എനിക്കിവിടെ ആരുമില്ല, ഒരാസ്പദവും ഇല്ല, അതുകൊണ്ട് കൃഷ്ണ എന്നെ കൊണ്ടുപോകണം.
പക്ഷേ നടക്കില്ല. ദദാമിയത്ത ദുരവാഭമന്യേ, അങ്ങില്ലാത്ത ഒരു ലോകത്തിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. സത്രേപുര വിശ്വസുജാം വസൂനാം, പണ്ട് ഈ വസുക്കളുടെ സത്രത്തിൽ എന്നോടുള്ള ഐക്യത്തെ ആഗ്രഹിച്ചിരുന്ന നിന്നാൽ പൂജിക്കപ്പെട്ടു. നീ പണ്ടൊക്കെ എന്നെ പൂജിച്ചു. എൻ്റെ ഭക്തന്മാരല്ലാത്തവർക്ക് ലഭിക്കാത്തതായിട്ടുള്ള ഈ ജിജ്ഞാസ നിനക്ക് ഈ ജന്മത്തിൽ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അറിയണം എന്ന് വിചാരിച്ചവർക്ക് എത്രയേ പറഞ്ഞു കൊടുക്കാൻ പാടൂ. അതിനാണ് ജിജ്ഞാസ. വെനിറ്റത്തിലൊക്കെ അത തത്വജിജ്ഞാസ. ആദ്യം വേണ്ടത് ഈശ്വര തത്വത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹമാണ്. അതില്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക? ആദ്യം വേണ്ടത് ആഗ്രഹമാണ്. അത് ഉദ്ധവ അങ്ങേക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ തത്വത്തെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാം. ഇവിടുന്ന് അങ്ങോട്ട് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.